അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റഹിനിനെക്കുറിച്ച് പണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണയം എന്നുള്ള ഇടപാടിൽ റാഹിനും മുർത്തഹിനും തമ്മിൽ, അതായത് പണയം നൽകുന്നവനും പണയം സ്വീകരിക്കുന്നവനും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടാവുകയാണ് എങ്കിൽ അവിടെ നമ്മൾ ആരുടെ ഖൗലാണ് പരിഗണിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ പഠിച്ചു, റാഹിനും മുർത്തഹിനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. നമ്മുടെ ഉദാഹരണത്തിൽ സെയ്ദ് അംറിന് 1,00,000 രൂപ നൽകാനുണ്ട്. അതിന് പകരമായിട്ട് തൻ്റെ അടിമയായിട്ടുള്ള ഖാസിമിനെ അംറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ, അംറ് ഖാസിമിനെ ഖബൽ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇവർ രണ്ടുപേരും തർക്കിക്കുന്നത് എങ്കിൽ, ആ ഖാസിമി എന്നുള്ള അടിമ ഇപ്പോൾ സെയ്ദിൻ്റെ കയ്യിലാണ് എങ്കിൽ, അല്ലെങ്കിൽ അംറിൻ്റെ കയ്യിലാണ്, പക്ഷേ സെയ്ദ് പറയുന്നത് അംറ് അത് ഗസ്ബ് ചെയ്തതാണ് എങ്കിൽ, അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് ആരുടെ ഖൗലാണ്? സെയ്ദിൻ്റെ ഖൗലാണ്, റാഹിനിൻ്റെ ഖൗലാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ തർക്കം തന്നെ, പക്ഷേ സെയ്ദ് ഒരിക്കൽ സമ്മതിച്ചിട്ടുള്ളതാണ് അംറ് ഖാസിമിനെ ഖബൽ ചെയ്തിട്ടുണ്ട് എന്ന്. ഓക്കെ, മർഹൂനായിട്ടുള്ള സ്വത്ത് മുർത്തഹിന് ഖബൽ ചെയ്തിട്ടുണ്ട് എന്ന് റാഹിന് ഒരിക്കൽ സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് അവൻ പറയാണ്, ഞാനാ സമ്മതിച്ചത് ഹഖീഖത്തൻ നിലക്കുള്ള യഥാർത്ഥത്തിലുള്ള ഖബലിനെ ഉദ്ദേശിച്ചു കൊണ്ടല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെയും നമ്മൾ റാഹിനിൻ്റെ ഖൗലിനെ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഖബൽ നടത്തിയിട്ടുണ്ട് എന്ന് ഇഖ്റാർ ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ഖബൽ ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇടപാടുകളൊക്കെ ആകുമ്പോൾ സാധാരണഗതിയിൽ കരാർ എഴുതുന്നതിനും ചില ആളുകൾ ഖബൽ എന്ന് പറയാറുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുദ്ദേശിച്ചുകൊണ്ടാകാം സെയ്ദ് നേരത്തെ ഇഖ്റാർ ചെയ്തത് എന്ന് വെച്ചുകൊണ്ട് അവൻ നേരത്തെ ഇഖ്റാർ ചെയ്തുവെങ്കിലും അതിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ അവൻ്റെ ഖൗൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, കിതാബിലേക്ക് നോക്കുക. വലു അഖറ റാഹിനു ബിഖബ്ലിഹി ഐ ഖബ്ലിൽ മുർത്തഹിനിൽ മർഹൂന, മുർത്തഹിന് മർഹൂന് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം റാഹിന് ഒരിക്കൽ സമ്മതിച്ചു. സുമ്മ ഖാല, പിന്നീട് അവൻ പറയാണ്, ലം യകുൻ ഇഖ്റാറി അൻ ഹഖീഖത്തിൻ, ഞാൻ ഇഖ്റാർ ചെയ്തത് ഹഖീഖത്തൻ നിലക്കല്ല, യഥാർത്ഥത്തിലുള്ള ഖബ്ലിനെ കുറിച്ചല്ല എന്നവൻ പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ അംറ് അത് ഖബൽ നടത്തിയിട്ടില്ല എന്നവൻ പിന്നീട് പറയുകയാണെങ്കിൽ ഫലഹു തഹ്ലീഫുഹു അയിൽ മുർത്തഹിനി അന്നഹു ഖബലൽ മർഹൂന, അപ്പോൾ മർഹൂനിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവനായിരിക്കും മുർത്തഹിനായിരിക്കുന്ന അംറ്. ഓക്കെ, അപ്പോൾ ഈ സെയ്ദിന് എന്ത് ചെയ്യാവുന്നതാണ്? മുർത്തഹിനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. അന്നഹു ഖബലൽ മർഹൂന, അവൻ മർഹൂനായിരിക്കുന്ന ഖാസിമിന് ഖബൽ നടത്തിയിട്ടുണ്ട് എന്ന് സത്യം ചെയ്യിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവൻ സത്യം ചെയ്താൽ അത് ഖബൽ നടത്തി എന്നുള്ള രൂപത്തിലായിരിക്കും പെടുന്നത്. അഥവാ അവൻ സത്യം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ആ സത്യം ചെയ്യാനുള്ള അവകാശം സെയ്ദിലേക്ക് വരികയും അങ്ങനെ സെയ്ദ് ഖബൽ നടത്തിയിട്ടില്ല എന്ന് സത്യം ചെയ്യുകയാണ് എങ്കിൽ അവിടെ റഹിന് നടക്കാതിരിക്കുകയും ചെയ്യുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിലുള്ള പ്രബലമായിട്ടുള്ള വീക്ഷണം. എന്നാൽ വഖീല, ഒരു ദഈഫായിട്ടുള്ള ഖൗലുണ്ട്, ലാ യുഹല്ലിഫുഹു, ഈ സെയ്ദ് റാഹിന് മുർത്തഹിനെ സത്യം ചെയ്യിക്കാൻ പാടില്ല. ഇല്ല അൻ യദ്കുറലി ഇഖ്റാറിഹി തഅ്വീലൻ, അവൻ തൻ്റെ ഇഖ്റാറിന് ഒരു തഅ്വീൽ പറഞ്ഞിട്ടല്ലാതെ, ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടല്ലാതെ, അവൻ നേരത്തെ ഇഖ്റാർ ചെയ്തിട്ടുള്ളതാണല്ലോ അംറ് സാധനം ഖബൽ നടത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഇഖ്റാറിന് എന്തെങ്കിലും ഒരു തഅ്വീൽ പറയാതെ ഇവന് സത്യം ചെയ്യിക്കാനുള്ള അവകാശമില്ല എന്നാണ് ദഈഫായിട്ടുള്ള ഖൗല് പറയുന്നത്. അപ്പോൾ അവൻ എങ്ങനെയാണ് തഅ്വീലിനെ പറയുന്നത്? ഖൗലിഹി അഷ്ഹദു അലാ റസ്മിൽ ഖബാലത്തി. ഓക്കെ, റസ്ം എന്ന് പറഞ്ഞാൽ കിതാബത്ത് എന്നാണ് അർത്ഥം, എഴുതൽ. ഖബാലത്ത് എന്നാൽ ഇടപാട്, കരാറ് എന്നൊക്കെയാണ്. അപ്പോൾ കരാറ് എഴുത്തിൻ്റെ മേലിലാണ് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഖബല ഹഖീഖത്തിൽ ഖബൽ, യഥാർത്ഥത്തിലുള്ള ഖബൽ നടക്കുന്നതിന് മുമ്പ്, അതായത് റഹിന് നടക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പേര് എഴുതി ഒപ്പിട്ടതിനെ കുറിച്ചാണ് ഞാൻ ഖബൽ നടത്തി എന്ന് ഇഖ്റാർ ചെയ്തിട്ടുള്ളത് എന്നതല്ലാതെ ഹഖീഖത്തുൽ ഖബലിനെ കുറിച്ചല്ല ഞാൻ ഇഖ്റാർ നടത്തിയിട്ടുള്ളത് എന്നവന് തഅ്വീൽ പറഞ്ഞാൽ അവന് മറ്റേയാളെ അംറിനെ, മുർത്തഹിനെ സത്യം ചെയ്യിക്കാവുന്നതാണ് എന്നാണ് ഖീലക്കാർ പറയുന്നത്. ഓക്കെ, കാരണം എന്താ? ലിഅന്നഹു ഇദാ ലം യദ്കുർ തഅ്വീലൻ, അവൻ അങ്ങനെ ഒരു തഅ്വീൽ പറഞ്ഞ
പറഞ്ഞിട്ടില്ല എങ്കിൽ യകൂനു മുനാഖിളൻ ബിഖൗലിഹി ലിഇഖറാറിഹി, അവൻ്റെ ഈ ഖൗല് കൊണ്ട്, അതായത് ഞാൻ ഹഖീഖത്തുൽ ഖബൽ അല്ല ഉദ്ദേശിച്ചത് എന്നുള്ള അവൻ്റെ ഖൗല് തൻ്റെ ഇഖറാറിനെ മുനാഖിള ചെയ്യുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെതിരാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തഅ്വീൽ പറഞ്ഞാലേ അവൻ്റെ ഇഖറാറും എന്നുള്ളതുപോലെ ഈ ഖൗലും സ്വീകരിക്കാവൂ എന്നാണ് സാനിക്കാർ പറയുന്നത്, ഖീലക്കാർ പറയുന്നത്. ഓക്കെ, എന്നാൽ ഉജീബ, ഈ ഖീലക്ക് മറുപടി പറയപ്പെട്ടു. അതായത് പ്രബലമായിട്ടുള്ള വീക്ഷണക്കാർ ഈ ഖീലക്കാർക്ക് മറുപടി പറഞ്ഞു. ഖീലക്കാർ എന്താണ് പറയുന്നത്? അവൻ തഅ്വീൽ പറഞ്ഞാൽ മാത്രമേ തഹ്ലീഫ് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നാണ്. ബി അന്നാ നഅലമു, നമുക്കെല്ലാം അറിയാമല്ലോ, അന്നൽ വസായിഖ ഫിൽ ഗാലിബി യുഷ്ഹദു അലൈഹാ ഖബല തഹ്ഖീഖി മാ ഫീഹാ. സാധാരണഗതിയിൽ വസായിഖുകൾ, ഇടപാടുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിലുള്ള കാര്യങ്ങൾ തഹ്ഖീഖാകുന്നതിന് മുമ്പ് തന്നെ, ഹഖീഖത്ത് നിലക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ അവക്ക് മേൽ സാക്ഷി നിൽക്കപ്പെടാറുണ്ടല്ലോ. അതായത് കരാർ എഴുതിയാൽ തന്നെ ആ റഹിന് നടന്നുവെന്ന്, ഖബലൊക്കെ നടന്നുവെന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫഅയ്യു ഹാജത്തിൻ ഇലാ തലഫുളിഹി ബിദാലിക, പിന്നെ ആ റാഹിന് ആ തഅ്വീൽ പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്? സാധാരണഗതിയിൽ ഇങ്ങനെ കരാർ എഴുതുന്നതിനെ വരെ നമ്മൾ ഖബല എന്ന് പറയാറുണ്ടല്ലോ ഇടപാടുകളിൽ. അപ്പോൾ പിന്നെ ആ ഒരു തഅ്വീൽ മറ്റൊന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പ്രബല വീക്ഷണക്കാർ ഖീലക്കാർക്കുള്ള മറുപടിയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലൗ കാന ഇഖ്റാറുഹു ഫീ മജ്ലിസിൽ ഖളാഇ ബഅദ തവജ്ജുഹി ദഅവ. ഓക്കെ, ഖാദിയുടെ മുന്നിൽ വെച്ച് മജ്ലിസുൽ ഖളാഇൽ വെച്ചിട്ട് ഒരു വാദം ഉണ്ടായതിന് ശേഷം, വാദം അവൻ്റെ എതിരിൽ മുന്നിടിച്ചതിന് ശേഷമാണ് അവൻ എങ്ങനെ ഇഖ്റാർ ചെയ്തതെങ്കിലോ, അതായത് അവനോട് ഖാദി ചോദിക്കുകയാണ് മുർത്തഹിനായിട്ടുള്ള അംറത ഖബൽ നടത്തിയിട്ടുണ്ടോ എന്ന്. അപ്പോഴവൻ ഇഖ്റാർ ചെയ്തിരുന്നു. ഓക്കെ, പിന്നീടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആ ഇഖ്റാർ ഹഖീഖത്ത് അല്ലായിരുന്നു, അംറത് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്നാൽ ഫഖീല, ഒരു ലൈഫായിട്ടുള്ള ഖൗലനുസരിച്ച് ലാ യുഹല്ലിഫുഹു വ ഇൻ ദക്കറ തഅ്വീലൻ, ഈ ഒരവസരത്തിൽ അവൻ തഅ്വീൽ പറഞ്ഞാലും ഈ റാഹിനിനെ, മുർത്തഹിനിനെ തഹ്ലീഫ് നടത്താനുള്ള, സത്യം ചെയ്യിക്കാനുള്ള അവകാശമില്ല. കാരണം എന്താ? ലിഅന്നഹു ലാ യകാദു യുഖിറു ഇൻദൽ ഖാളി ഇല്ലാ അൻ തഹ്ഖീഖിൻ. ഓക്കെ, ഖാളിയുടെ അടുക്കലേക്ക് ഇഖ്റാർ നടത്തണമെങ്കിൽ തഹ്ഖീഖ് നിലക്ക് മാത്രം ആകാനുള്ള സാധ്യതയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹഖീഖത്ത് നിലക്കുള്ള ഖബലിനെ ഉദ്ദേശിക്കാൻ മാത്രമേ അവിടെ സാധ്യതയുള്ളൂ, അതല്ലാത്തതിലേക്ക് അടുക്കുക പോലുമില്ല എന്നർത്ഥം. അതാണ് ഖീലക്കാരുടെ ന്യായം. അതുകൊണ്ട് തന്നെ ഇഖ്റാർ നടക്കുന്നത് ഖാദിയുടെ മുന്നിലായിരുന്നുവെന്നാൽ പിന്നീട് അവന് ആ അംറിനെ സത്യം ചെയ്യിക്കാനുള്ള അവകാശമില്ല എന്നാണ് ഖീലക്കാർ പറയുന്നത്. എന്നാൽ ഖീല, ഈ ഖീലയാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. ലാ ഫർഖ, വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ഖാദിയുടെ മുന്നിൽ വെച്ച് ഇഖ്റാർ ചെയ്യട്ടെ, അല്ലാതെ ഇഖ്റാർ ചെയ്യട്ടെ, പിന്നീട് അതിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ തഹ്ലീഫ് ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണ്. കാരണം ലിശമൂലിൽ ഇംകാനി, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ സാധ്യത അത് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് ഖാദിയുടെ അടുത്തായാലും അല്ലാതെയായാലും റസ്മുൽ ഖബാലയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് എന്ത് പറയാവുന്നതാണ്? ഖബദ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രബലമായിട്ടുള്ള വീക്ഷണം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലൗ ഖാല അഹദുഹുമാ അയ റാഹിനി അബിൽ മുർത്തഹിനി, രണ്ടാമതൊരാൾ പറഞ്ഞു ജനൽ മർഹൂനു. ഓക്കെ, ഒന്നെങ്കിൽ സെയ്ദ് അല്ലെങ്കിൽ അംർ പറയാണ് മർഹൂനായിരിക്കുന്ന ഖാസിമ മറ്റൊരാളെ വധിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ അൻകറൽ ആഖറു, മറ്റേയാളത് നിഷേധിക്കുകയും ചെയ്താൽ സുദ്ദിഖൽ മുൻകിറു ബിയമീനിഹി, അത് നിഷേധിക്കുന്ന ആളാണ് സത്യമാക്കപ്പെടേണ്ടത് എന്നർത്ഥം. കാരണം ലിഅന്നൽ അസ്ല അദമുൽ ജിനായത്തി വ ബഖാഉർ റഹിനി, കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ജിനായത്ത് ചെയ്തിട്ടുണ്ട് ോ എന്നുള്ള വിഷയത്തിൽ അസ്ലായിട്ടുള്ളത് എന്താണ്? ജിനായത്ത് ചെയ്തിട്ടില്ല എന്നാണ്. റഹിന് നടന്നതിന് ശേഷം അത് ശേഷിക്കലാണ് അസ്ല്. അപ്പോൾ അതിനോട് യോജിച്ചിട്ടുള്ള അഭിപ്രായമാണ് മുൻകിറിൻ്റേത് എന്നുള്ളത് കൊണ്ട് തന്നെ അവനെയാണ് നമ്മൾ സത്യമാക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി വഇദാ ബിഅഫിദ്ദൈനി, ഇനി ദൈനിൻ്റെ വിഷയത്തിൽ ആ മർഹൂന് വിൽക്കപ്പെടുകയാണ് എങ്കിലോ, അതായത് സെയ്ദ് സമയമായിട്ടും അംറിന് 1,00,000 രൂപ നൽകിയില്ല, പിന്നീട് ആ ഖാസിമിനെ വിറ്റുകൊണ്ട് അംർ എന്ത് ചെയ്യുകയാണ്? തനിക്കുള്ള 1,00,000 നേടിയെടുക്കുകയാണ്. അപ്പോൾ ദൈനിൻ്റെ വിഷയത്തിൽ മർഹൂന് വിൽക്കപ്പെടുകയാണെങ്കിൽ ഫലാ ഷൈഅ ലിൽ മുഖർരി ലഹു, ഒന്ന് ശ്രദ്ധിക്കണേ, മുഖർരി ലഹു അംഗീകരിക്കപ്പെടുന്ന, കുറ്റം സമ്മതിക്കപ്പെടുന്നവൻക്ക് ഒരു
ഒരു കാര്യവും ഉണ്ടാവുകയില്ല അല റാഹിനി, റാഹിനിൻ്റെ മേൽ ബി ഇഖ്റാറിഹി, റാഹിൻ ഇഖ്റാർ ചെയ്തു എന്ന് വെച്ച്. എന്ന് പറഞ്ഞാൽ റാഹിനാണ് സമ്മതിക്കുന്നത് എന്ത്, എൻ്റെ അടിമയായിട്ടുള്ള ഖാസിം ഖാലിദിനെ വധിച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ മുഖർറ ലഹു എന്ന് പറയുന്നത് ഖാലിദാണ്. കാരണം അവന് വേണ്ടിയിട്ടാണ് ഇവരെ ഇഖ്റാർ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് അതിനുള്ള കാശ് ലഭിക്കേണ്ടതുണ്ട് ഈ റാഹിനിൻ്റെ ഇഖ്റാർ പ്രകാരം. ഓക്കെ, റാഹിനിൻ്റെ വാദമാണ് എന്ത്, ഖാസിം ആരെ വധിച്ചിട്ടുണ്ട്, ഖാലിദിനെ വധിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ റാഹിനിൻ്റെ ഇഖ്റാർ അനുസരിച്ച് അവൻ ഇപ്പോൾ ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് വധത്തിനുള്ള നഷ്ടപരിഹാരം നൽകണം. എന്നാൽ അവൻ്റെ വാദം ഇവിടെ സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അത് നൽകേണ്ടതില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ മുർത്തഹിനിൻ്റെ വിഷയത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. വലാ യൽസമു തസ്ലീമു സമന ഇലൽ മുർത്തഹിനിൽ മുഖിറി. ഇനി ഖാസിം ഖാലിദിനെ വധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മുർത്തഹിനാണ് എങ്കിൽ, അതായത് അംറാണ് എങ്കിൽ, പിന്നെ അവൻ്റെ വാദപ്രകാരം ഈ ഖാസിമിനെ വിറ്റുകിട്ടുന്ന സമന് നൽകേണ്ടതാർക്കാണ്, ഖാലിദിൻ്റെ കുടുംബക്കാർക്കാണല്ലോ. അതുകൊണ്ട് തന്നെ മുർത്തഹിനിലേക്ക് അതിൻ്റെ വില നൽകൽ നിർബന്ധവുമില്ല ലിഖറാറിഹി, അവൻ ആ ജിനായത്ത് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചത് കാരണത്താൽ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വലു ഖാല റാഹിനു ജനാ ഖബ്ലൽ ഖബ്ളി വ അൻകറൽ മുർത്തഹിനു. ഓക്കെ, സെയ്ദ് പറയുന്നത് ഞാൻ നിനക്കത് ഏൽപ്പിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ഖാസിം ഖാലിദിനെ വധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കത് റഹിനായിട്ടില്ല, അവനെ വിറ്റാലും കാശ് നൽകേണ്ടത് നിനക്കല്ല മറിച്ച് ഖാലിദിൻ്റെ കുടുംബക്കാർക്കാണ് എന്ന് പറയാണ്. എന്നാൽ അമ്രത് നിഷേധിക്കുകയും ചെയ്താൽ ഫൽ അൽഹറു തസ്ദീഖുൽ മുർത്തഹിനി ബിയമീനിഹി ഫി ഇൻകാരിഹിൽ ജിനായത്ത് ഇല്ല എന്നുള്ള വിഷയത്തിൽ നമ്മളിവിടെ ആരെയാണ് സത്യമാക്കേണ്ടത്, അമ്രനെയാണ് സത്യമാക്കേണ്ടത്. സിയാനത്തൽ ഹഖ്ഹി, അവന് കിട്ടേണ്ട ഹഖിനെ പരിരക്ഷിച്ചുകൊണ്ട്. കാരണം ഈ റഹിന് എന്നുള്ളത് അവൻ്റെ 1,00,000 പകരമായിട്ടുള്ള ഒരു ഉടമ്പടിയാണല്ലോ, അതുകൊണ്ട് അവൻ്റെ വാക്കിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, എന്നുള്ളതുപോലെ വയഹ്ലിഫു അലാ നഫീൽ ഇൽമി ബിഹാ, അത്തരത്തിലുള്ള ഒരു ജിനായത്ത് എനിക്കറിയില്ല എന്നുള്ള രൂപത്തിൽ മുർത്തഹിൻ എന്ത് ചെയ്യുകയും വേണം, സത്യം ചെയ്യുകയും വേണം. എന്നാൽ അൽഹറിൻ്റെ സാനി പറയുന്നത് യുസദ്ദഖു റാഹിനു, അവിടെ സെയ്ദാണ് സത്യമാക്കപ്പെടേണ്ടത്. ലിഅന്നഹു മാലിക്കുൻ, കാരണം ആ ഖാസിമിൻ്റെ ഉടമസ്ഥൻ സെയ്ദാണല്ലോ. അപ്പോൾ സെയ്ദിനാണ് അറിയുക എന്ത്, ഖാസിമി ജിനായത്ത് ചെയ്തിട്ടുണ്ടോ അതോ ഖബ്ളിന് മുമ്പാണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ സെയ്ദാണ് സത്യമാക്കപ്പെടേണ്ടതെന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വൽ അസഹു അന്നഹു ഇദാ ഹലഫൽ മുർത്തഹിനു ഗറമ റാഹിനു ലിൽ മജ്നിയി അലൈഹി. ഓക്കെ, ഇനി മുർത്തഹിന് സത്യം ചെയ്തു. അൽഹറായിട്ടുള്ള അഭിപ്രായപ്രകാരം നമ്മൾ പറഞ്ഞു അംർ എന്തു ചെയ്താൽ മതി, എനിക്ക് അവൻ ഖബ്ളിന് മുമ്പ് ജിനായത്ത് ചെയ്തത് അറിയുകയില്ല എന്ന് സത്യം ചെയ്താൽ മതി. അങ്ങനെ അവൻ സത്യം ചെയ്യുന്നതോടുകൂടെ ആ ഖാസിം എന്തായി, അവന് പണയസ്വത്തായിട്ട് ലഭിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അവനത് പണയസ്വത്തായിട്ട് ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഗറമർ റാഹിനു ലിൽ മജ്നിയി അലൈഹി, ഇവിടെ റാഹിനായിട്ടുള്ള സെയ്ദ് കടക്കാരനാകുന്നതാണ് ലിൽ മജ്നിയി അലൈഹി ഖാലിദിനിക്ക്. എന്ന് പറഞ്ഞാൽ ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് ഖാസിം വധിച്ചതിന് പകരമായിട്ടുള്ള നഷ്ടപരിഹാരം ഇനി ആര് നൽകേണ്ടി വരും, സെയ്ദ് നൽകേണ്ടി വരും. കാരണം ലി അന്നഹു ഹാല ബൈനഹു വ ബൈന ഹഖ്ഹി, കാരണം അവനാണ് ആരുടെ ഇടയിൽ, ആ മജ്നിയി അലൈഹിയുടെയും അവൻ്റെ ഹഖിൻ്റെയും ഇടയിൽ മറയിട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മജ്നിയി അലൈഹി ആയിട്ടുള്ള ഖാലിദിൻ്റെ കുടുംബക്കാർക്ക് അവകാശപ്പെട്ടതായിരുന്നു ഖാസിമി എന്നുള്ള അടിമ. എന്താണെന്ന് വെച്ചാൽ ഖാസിമിനെ വിറ്റിട്ട് കിട്ടുന്ന കാശ് സത്യത്തിൽ ഖാലിദിൻ്റെ കുടുംബക്കാർക്കായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഖാസിമിനെ ഇവൻ പണയം വെച്ചു അമ്രിൻ്റെ കയ്യിൽ. അതോടുകൂടെ ഇവൻ അവൻ്റെയും, അതായത് ഖാലിദിൻ്റെ കുടുംബക്കാർക്കും അവൻ്റെ ഹഖിൻ്റെയും ഇടയിൽ അവൻ മറയിട്ടു. അതുകൊണ്ട് അവനാണ് പിന്നീട് അതിനുള്ള കാശ് മജ്നിയി അലൈഹിക്ക് നൽകേണ്ടത് എന്നർത്ഥം. ഓക്കെ, എന്നാൽ അസഹിൻ്റെ സാനി പറയുന്നത് ലാ യഗ്റമു ലിഅന്നഹു ലം യുഖ്ബൽ ഇഖ്റാറുഹു ഫകഅന്നഹു ലം യുഖിറ. ഓക്കെ, എന്നാൽ സാനിക്കാർ പറയുന്നത് അവൻ മജ്നിയി അലൈഹിൻ്റെ കുടുംബക്കാർക്ക് അത് നൽകേണ്ടതില്ല. കാരണം അവൻ്റെ ഇഖ്റാർ ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, അവൻ പറഞ്ഞ വാദം ഇവിടെ കേൾക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇവിടെ മുർത്തഹിനെയാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ തീരെ ഇഖ്റാർ നടത്താത്തത് പോലെയായിരിക്കും പരിഗണിക്കപ്പെടുക എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വൽ അസഹു അന്നഹു യഗ്റമുൽ അഖല്ല മിൻ ഖീമത്തിൽ അബ്ദി വാർഷിൽ ജിനായത്തി. അസഹ പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു സെയ്ദ് ഇനി ആർക്ക്, മജ്നിയി അലൈഹിയുടെ കുടുംബക്കാർക്ക് കാശ് നൽകണമെന്ന്. അതുതന്നെ
ഖീമത്തുൽ അബ്ദ് അർഷുൽ ജിനായത്ത്, അതായത് കൊലപാതകം നടത്തിയാൽ എത്രയാണ് നഷ്ടപരിഹാരമുള്ളത് എന്ന് നോക്കുക എന്നുള്ളതുപോലെ ഖാസിമിൻ്റെ ഖീമത്ത് എത്രയാണെന്ന് നോക്കുക. അതിൽ ഏറ്റവും കുറവുള്ളത് ഏതാണോ അതാണ് സെയ്ദ് നൽകേണ്ടത് എന്നതാണ് അസ്സഹ പറയുന്നത്. എന്നാൽ വസാനി യഗ്റമുൽ അർഷ ബാലിഗമാ ബലഗ, സാനിക്കാർ പറയുന്നത് കൊലപാതകത്തിൻ്റെ നഷ്ടപരിഹാരം അത് എത്ര എത്തിയാലും ശരി അതാണ് നൽകേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് വല്ലസഹു അന്നഹു ലൗ നകരൽ മുർത്തഹിനു റദ്ദത്തിൽ യമീനു അലൽ മജ്നിയ അലൈഹി. ഇനി അഥവാ മുർത്തഹിന് എന്തു ചെയ്തില്ല, സത്യം ചെയ്തില്ല, അവൻ അതിൽ നിന്നും പിന്മാറിയാൽ റുദ്ദത്തിൽ യമീനു അലൽ മജ്നിയ അലൈഹി, ആ അവസരത്തിൽ യമീന് നീങ്ങുന്നത്, സത്യം ചെയ്യാനുള്ള അവകാശം നീങ്ങുന്നത് കുറ്റം ചെയ്യപ്പെട്ട ആളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഖാലിദ് ഇപ്പോൾ വധിക്കപ്പെട്ടിട്ടുണ്ട്, ഖാലിദിൻ്റെ വാരിസീങ്ങളിലേക്കാണ്. കാരണം ലി അന്നൽ ഹഖ്ഖ ലഹു, കാരണം ഇനിയിപ്പോൾ ഹഖ് കിട്ടേണ്ടത്, അതായത് ഖാസിമിനെ വിറ്റിട്ട് കിട്ടുന്ന സമന് നൽകപ്പെടേണ്ടത് അവർക്കാണല്ലോ, അതുകൊണ്ട് അവനാണ് സത്യം ചെയ്യപ്പെടേണ്ടത്. ലാ അല റാഹിനി, അത് മടങ്ങുന്നതൊരിക്കലും സെയ്ദിൻ്റെ മേലല്ല. കാരണം ലി അന്നഹു ലാ യദ്ദഇ നഫ്സിഹി, സെയ്ദ് ഇവിടെ വാദിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഖാസിമിൻ്റെ ഇപ്പോഴത്തെ അവകാശി ആരാണ്, മജ്നിയ അലൈഹി ആണ് എന്നാണ് റാഹിനിൻ്റെ വാദം. ഓക്കെ, ലിഅന്നഹു ലാ യദ്ദഇ ലിനഫ്സിഹി ഷൈഅൻ. വൽ വജ്ഹു സാനി, എന്നാൽ ഇവിടുത്തെ സാനിക്കാർ പറയുന്നത് എന്താ, തുറദ്ദു അല റാഹിനി ലിഅന്നഹുൽ മാലികു, സെയ്ദിൻ്റെ മേലാണ് യമീൻ മടങ്ങുന്നത്, കാരണം അവനാണല്ലോ ഖാസിമിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. ഓക്കെ, എന്നുള്ളതുപോലെ വൽ ഖുസൂമത്തു തജ്രി ബൈനഹു വ ബൈനൽ മുർത്തഹിനി, അവൻ്റെയും മുർത്തഹിനിൻ്റെയും ഇടയിലുമാണല്ലോ ഇവിടെ ഖുസൂമത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അഥവാ മുർത്തഹിന് സത്യം ചെയ്തില്ല എങ്കിൽ പിന്നീട് അതിനുള്ള അവകാശമുണ്ടാകുന്നത് റാഹിനിക്കാണ് എന്നാണ് സാനിക്കാർ പറയുന്നത്. നമ്മൾ പറഞ്ഞു മുർത്തഹിന്, അതായത് അംർ സത്യം ചെയ്യാൻ വിസമ്മതിച്ചാൽ സത്യം ചെയ്യാനുള്ള അവകാശം ആരിലേക്ക് മടങ്ങും, ഖാലിദിലേക്ക് മടങ്ങും. അപ്രബലമായിട്ടുള്ള ഖീല പ്രകാരം സെയ്ദിലേക്ക് മടങ്ങുമെന്ന്. ഓക്കെ, ഇനി അങ്ങനെ അവർ രണ്ടുപേര് സത്യം ചെയ്യുകയാണ് എങ്കിലോ ഫഇദാ ഹലഫൽ മർദൂദു അലൈഹി മിൻഹുമ, അവർ രണ്ടുപേരിൽ നിന്നും സത്യം മടങ്ങപ്പെട്ട ആൾ സത്യം ചെയ്തു, അതായത് ഖബ്ളിന് മുമ്പ് എന്ത് നടന്നിട്ടുണ്ട്, ജിനായത്ത് നടന്നിട്ടുണ്ട് എന്ന് സത്യം ചെയ്താൽ പിന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ബി അൽ അബ്ദ് ഫിൽ ജിനായത്തി, ജിനായത്തിൻ്റെ വിഷയത്തിൽ ഖാസിം എന്നുള്ള അടിമ വിൽക്കപ്പെടുന്നതാണ്. ഇനിസ്തഗറഖത് ഖീമതഹു, ആ ജിനായത്തിൻ്റെ കാശ് ആ അബ്ദിൻ്റെ ഖീമത്തിനെ ഉൾക്കൊള്ളിക്കുകയാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ജിനായത്തിൻ്റെ കാശാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കാശ് സെയിമാണ് എങ്കിൽ എന്തു ചെയ്യേണ്ടതാണ്, ആ അബ്ദ് മുഴുവനായിട്ടും വിൽക്കപ്പെടേണ്ടതാണ്. വ ഇല്ല ബിഅ മിൻഹു ബിഖദ്രിഹ, ഇനി ഇസ്തിഗ്റാഖ് ഉണ്ടാകുന്നില്ല, അതായത് ജിനായത്തിൻ്റെ കാശ് കുറവാണ്, അബ്ദിൻ്റെ ഖീമത്ത് കൂടുതലാണ് എങ്കിലോ ബിഅ മിൻഹു, ആ അബ്ദിൽ നിന്നും വിൽക്കപ്പെടണം ബിഖദ്രിഹ, ജിനായത്തിൻ്റെ ഖദ്റനുസരിച്ച്. അപ്പോൾ ജിനായത്തിന് 1,00,000 രൂപയേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക കേട്ടോ. എന്നാൽ ആ അടിമയുടെ ഖീമത്ത് 2,00,000 ഉണ്ടെങ്കിൽ അവൻ്റെ പകുതി മാത്രം വിറ്റിട്ട് ജനായത്തിനുള്ള ആ അർഷ് നൽകിയാൽ മതി എന്നർത്ഥം. ഓക്കെ, എന്ന് വെച്ച് വലാ യകൂനുൽ ബാഖി റഹിനൻ, ആ അടിമയുടെ ബാക്കി പകുതി ഭാഗം ഒരിക്കലും റഹിനാവുകയില്ല, പണയ സ്വത്താവുകയില്ല. കാരണം ലി അന്നൽ യമീനുൽ മർദൂദത കൽ ബയ്യിനത്തി, കാരണം ഇപ്പോൾ മുർത്തഹിന് സത്യം ചെയ്യാത്തത് കാരണത്താലാണ് അത് മടങ്ങി വന്നിട്ട് ഖാലിദിൻ്റെ കുടുംബക്കാരിലേക്ക് വന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ മടങ്ങി വരുന്ന യമീന് കൽ ബയ്യിനത്തി, യഥാർത്ഥത്തിലുള്ള തെളിവ് പോലെയാണ്. ഔ കൽ ഇഖ്റാറി ബി അന്നഹു കാന ജാനിയൻ ഫിൽ ഇബ്തിദാഇ, അല്ലെങ്കിൽ അവൻ തുടക്കത്തിൽ തന്നെ റഹിന് നടക്കുന്നതിന് മുമ്പ് തന്നെ ആര്, ഖാസിം, ആ അടിമ തെറ്റു ചെയ്തവനാണ് എന്നുള്ള ഒരു ഇഖ്റാർ പോലെയാണത്. അതുകൊണ്ട് തന്നെ ഫലാ യസിഹു റഹ്നു ഷൈഇൻ മിൻഹു, അതുകൊണ്ട് തന്നെ അതിൽ നിന്നും, ആ അടിമയിൽ നിന്നും ഒന്നിനെയും പണയം വെക്കാൻ പാടില്ല. ഓക്കെ, ജിനായത്ത് നടന്നു കഴിഞ്ഞിട്ടുള്ള മറ്റൊരാളുടെ ഹക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ പണയം വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ പകുതി ഭാഗം വിറ്റാൽ ബാക്കി പകുതി ഭാഗം റഹിനാവുക എന്നുള്ളത് ഇല്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ വജ്ഹ്, ഖൗല് എന്നിത്യാദി കാര്യങ്ങളിലുള്ള തർക്കങ്ങളാണ്. ഓക്കെ, വഫിർ റൗളത്തി കാസ്ലിഹ, റൗളയിലും അസ്ലു റൗളയിലുമുണ്ട് ഹിക്കായത്തുൽ ഖിലാഫി ഫിൽ മസാഇലി സലാസി, നമ്മളിപ്പോൾ പറഞ്ഞ 3 മസ്അലകളിലും, അതായത് അൽഹർ എന്നുള്ളതിന് ശേഷം നമ്മൾ 3 അസഹായിട്ടുള്ള അഭിപ്രായം പറഞ്ഞല്ലോ. ഓക്കെ, അതായത് മുർത്തഹിന് സത്യം ചെയ്യുകയാണെങ്കിൽ റാഹിനിന് കടക്കാരനാകുന്നതാണ് എന്നുള്ളത് ഒരു അസഹ്. രണ്ടാമത്തത് ഖീമത്തുൽ അബ്ദ് അർഷുൽ ജിനായത്ത്, അതിൽ വെച്ച് ഏറ്റവും കുറവാണ്
ഈ റാഹിന് എന്താകുന്നത്, കടക്കാരനാകുന്നത് എന്നുള്ള മറ്റൊരു അസഹ് നമ്മൾ പഠിച്ചു. എന്നുള്ളതുപോലെ മുർത്തഹിന് എന്ത് ചെയ്യുകയാണെങ്കിൽ, സത്യത്തിൽ നിന്നും വിസമ്മതിക്കുകയാണെങ്കിൽ അത് മജ്നിയ അലൈഹിൻ്റെ മേൽ മടങ്ങി വരും എന്നുള്ള 3 വജുഹുകൾ വെച്ചിട്ടുള്ള അസഹും പറയുന്നത് ഖൗലൈനി, 2 ഖൗലുകളായിട്ടാണ് ഈ 2 കിതാബിലും പറയപ്പെടുന്നത്. എന്ന് മാത്രമല്ല വതളൈഫു അന്നഹു വജ്ഹാനി ഫി സാലിസതി, മൂന്നാമത് പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഖിലാഫിൽ, അതായത് മുർത്തഹിന് നുകൂലാവുകയാണ് എങ്കിൽ അതിനുള്ള അവകാശം മജ്നിയ അലൈഹിക്ക് വരും എന്നുള്ളതിലുള്ള വജ്ഹാനി എന്നുള്ള കാര്യത്തെ എന്താക്കുന്നതുമുണ്ട്, ലഈഫാക്കുന്നതുമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് 2 വജുഹുകളായിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ള വിഷയത്തെ അപ്രബലമാക്കുന്നുണ്ട് റൗളയിൽ എന്നർത്ഥം. ഓക്കെ, എന്നുള്ളതുപോലെ വതർജീഹുൽ ഖത്ഇ ബിൽ അവ്വലി ഫി സാനിയത്തി, ഓക്കെ, രണ്ടാമത്തെ വിഷയത്തിൽ തർജീഹുൽ ഖത്ഇ ബിൽ അവ്വലി ഫി സാനിയത്തി, രണ്ടാമത്തെ മസ്അലയിൽ ആദ്യത്തെ അഭിപ്രായത്തിൻ്റെ ഖത്ഇ ആയിട്ടുള്ള അഭിപ്രായത്തെ റാജിഹാക്കുന്നതുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഖീമത്തുൽ അബ്ദ് അർശുൽ ജിനായത്ത്, അവയിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് മാത്രമേ നൽകിയാൽ മതി എന്നുള്ള ഒറ്റ അഭിപ്രായമേ ആ വിഷയത്തിലുള്ളൂ എന്നുള്ള ഖത്ഇൻ്റെ ത്വരീഖിനെ ഈ 2 കിതാബിലും എന്ത് ചെയ്യുന്നുണ്ട്, റാജിഹാക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി നോക്കുക, സെയ്ദ് അമ്രിന് 1,00,000 രൂപ നൽകാനുണ്ട്. അതിന് പകരമായിട്ട് തൻ്റെ അടിമയായ ഖാസിമിനെ അമ്രിൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുള്ളതാണ്. സമയമായിട്ടും സെയ്ദിന് ആ 1,00,000 രൂപ തിരികെ നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ മുർത്തഹിനായിട്ടുള്ള വ്യക്തി അമ്ർ എന്ത് ചെയ്യുകയും ചെയ്തു, ഈ ഖാസിമിനെ വിൽക്കാനുള്ള പെർമിഷൻ നൽകുകയും ചെയ്തു. ഒന്ന് നോക്കാം. വലു അതിനൽ മുർത്തഹിനു ഫി ബൈഉൽ മർഹൂനി, ഖാസിമിനെ വിൽക്കുന്ന വിഷയത്തിൽ അമ്ർ സമ്മതിച്ചു കഴിഞ്ഞു. ഫബിഅ, അങ്ങനെ ഖാസിം വിൽക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് വറജഅ അനിൽ ഇദ്നി, ഈ അമ്രായിട്ടുള്ള മുർത്തഹിന് സമ്മതത്തെ തൊട്ട് മടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഇനി വിൽക്കണ്ട എന്ന് പിന്നീട് ആര് പറഞ്ഞു, മുർത്തഹിന് പറഞ്ഞു. വഖാല, എന്നിട്ട് അവൻ പറയാണ്, റജഅതു ഖബലൽ ബൈഇ, ഖാസിമിനെ വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സമ്മതത്തെ വിസമ്മതിച്ചിട്ടുണ്ട്, അപ്പോൾ നിന്റെ ബൈഅ തന്നെ ശരിയായിട്ടില്ല എന്നാണ് അവിടെ മുർത്തഹിന് പറയുന്നത്. എന്നാൽ വഖാല റാഹിനു, എന്നാൽ റാഹിന് പറയുന്നത് എന്താ, ബഅദഹു, ബൈഇന് ശേഷമാണ് നീ മടങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ തസറുഫ് റെഡിയായിട്ടുണ്ട് എന്ന് സെയ്ദ് പറഞ്ഞാലും ഫൽ അസഹു തസ്ദീഖുൽ മുർത്തഹിനി, അവിടെ അസഹായിട്ടുള്ള അഭിപ്രായം അംറിൻ്റെ വാക്കിനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 അസുലുകൾ പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. ലി അന്നൽ അസുല, കാരണം അസുല് അദമു റുജൂഇഹി ഫിൽ വഖ്തില്ലദി യദ്ദഇഹി, അതായത് ബൈഇന് മുമ്പ് തന്നെ റുജൂ ഉണ്ട് എന്നാണല്ലോ അമ്രിൻ്റെ വാദം. എന്നാൽ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഡൗട്ട് എങ്കിൽ അതിലുള്ള അസുൽ എന്താണ്, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അസുലായിട്ടുള്ള കാര്യം എന്താ, ബൈഅ ചെയ്യുന്നതിന് മുമ്പ് റുജൂ നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ ഒരു അസുല്. എന്നാൽ മറ്റൊരു അസുല് കൂടിയുണ്ട്. വൽ അസുലു അദമു ബൈഅ റഹ്നി ഫിൽ വഖ്തില്ലദി യദ്ദഇഹി, അവൻ വാദിക്കുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങുന്നതിന് മുമ്പ് തന്നെ ബൈഅ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് എങ്കിലോ അവിടെയും ബൈഅ നടന്നിട്ടില്ല എന്നുള്ളതായിരിക്കും അസുല്, അല്ലേ? അപ്പോൾ ഒരു അസുലനുസരിച്ച് ബൈഅ ശരിയായിട്ടുണ്ട്, മറ്റേ അസുലനുസരിച്ച് ബൈഅ ശരിയായിട്ടില്ല എന്നായിരിക്കും വരുന്നത്. തആറളാനി, അപ്പോൾ അവർ 2 പേരും പരസ്പര വൈരുദ്ധ്യങ്ങളാകുന്നു. നമുക്കറിയാം ഇദാ തആറള തസാഖത എന്നുള്ള ഒരു ഹുക്മ് ഫിഖ്ഹിലുണ്ട്. അപ്പോൾ 2 അസുലുകളും തമ്മിൽ തആറുളായാൽ 2 അസുലിനെയും നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ വയബഖ, അപ്പോൾ ശേഷിക്കുന്നു അന്നൽ അസുല ഇസ്തിംറാറുർ റഹിനി, പിന്നെ അവിടെയുള്ള അസുൽ എന്താ, പിന്നെ നമ്മൾ പരിഗണിക്കുന്ന അസുൽ അവിടെ റഹിന് അങ്ങനെ തന്നെ ശേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുർത്തഹിനിൻ്റെ വാദത്തെ സത്യമാക്കുന്നത് എന്നർത്ഥം. എന്നാൽ ഈ അസഹിൻ്റെ സാനി പറയുന്നത് എന്താ, യുസദ്ദഖു റാഹിനു, ഇവിടെ സെയ്ദിനെയാണ് സത്യമാക്കേണ്ടത്. ലി അന്നഹു അഅറഫു ബി വഖ്തി ബൈഇഹി, കാരണം ആ മർഹൂനെ വിറ്റ ആ സമയം എപ്പോഴാണെന്നൊക്കെ സെയ്ദിനായിരിക്കും കൂടുതലായിട്ട് അറിയുന്നത്. വഖദ് സല്ലമൽ മുർത്തഹിനു ലഹുൽ ഇദ്ന, ഏതൊരവസരത്തിൽ മുർത്തഹിനായിട്ടുള്ള അംർ അവന് അത് വിൽക്കാനുള്ള സമ്മതം നൽകിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് റാഹിനിൻ്റെ ഖൗലാണെന്നാണ് സാനിക്കാരെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു തർക്കം കൂടി നോക്കാം. വമൻ അലൈഹി അൽഫാനി,
വമൻ സെയ്ദ് അലൈഹി അൽഫാനി, അവൻ 2000 രൂപ അമ്രിന് നൽകാനുണ്ട്. ബി അഹദിഹിമ റഹിനുൻ, ഓക്കെ, 1000 രൂപക്ക് റഹിനുണ്ട്, അവൻ പണയം വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അവൻ 1000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. 1000 രൂപ കടം വാങ്ങുമ്പോൾ അതിൻ്റെ പണയമായിട്ട് തൻ്റെ മൊബൈൽ ഫോൺ അമ്രിൻ്റെ കയ്യിൽ സെയ്ദ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഫഅദ്ദ അൽഫൻ, അതിനുശേഷം സെയ്ദ് എന്ത് ചെയ്തു? 1000 രൂപ വീട്ടി, 1000 രൂപ കടം വീട്ടി എന്നർത്ഥം. വഖാല അദ്ദൈതുഹു അൻ അൽഫിർ റഹിനി, ഞാനത് വീട്ടിയിട്ടുള്ളത് പണയം വെച്ചിരുന്ന 1000 രൂപയുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒരു മൊബൈൽ ഫോൺ പണയം വെച്ച് വാങ്ങിയിട്ടുള്ള 1000 രൂപയുണ്ടല്ലോ, അതിനെ തൊട്ടാണ് ഞാൻ വീട്ടിയത്. അതുകൊണ്ട് എനിക്ക് ആ മൊബൈൽ ഫോൺ ഇപ്പോൾ തിരികെ വേണം എന്ന് സെയ്ദ് പറയുകയാണെങ്കിൽ സുദ്ദിഖ ബിയമീനിഹി അലൽ മുസ്തഹിഖിൽ ഖായിലി ഇന്നഹു അദ്ദ അനിൽ അൽഫിൽ ആഖിരി. ഓക്കെ, സുദ്ദിഖ ബിയമീനിഹി, ആ സെയ്ദ് അവൻ്റെ സത്യം കൊണ്ട് സത്യമാക്കപ്പെടണം. അലൽ മുസ്തഹിഖിൽ ഖായിലി ഇന്നഹു അദ്ദ അനിൽ അൽഫിൽ ആഖിരി, മറ്റേ 1000 തൊട്ടാണ് അവൻ വീട്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന മറ്റേ 1000 അവകാശിയായിട്ടുള്ള ആളുടെ മേൽ നമ്മൾ സത്യമാക്കേണ്ടത് സെയ്ദിനെയാണ് എന്നർത്ഥം. ഓക്കെ, സവാഉൻ ഇഖ്തലഫ ഫി നിയ്യതി ദാലിക അം ഫി ലഫ്ളിഹി, അവർ തർക്കിക്കുന്നത് സെയ്ദിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നോ എന്നുള്ള വിഷയത്തിലായാലും വേണ്ടില്ല, അവൻ ഉച്ചരിച്ചിട്ടുള്ള പദം എന്താണെന്നുള്ള വിഷയത്തിലായാലും വേണ്ടില്ല. എന്ന് പറഞ്ഞാൽ സെയ്ദ് പറയുന്നത് എന്താണ്? ഞാൻ എനിക്ക് 1000 രൂപ കടം വീട്ടിയത് ആ മൊബൈൽ ഫോൺ പണയം വെച്ചിരിക്കുന്ന 1000 രൂപ ഉദ്ദേശിച്ചാണ് എന്നാണ് സെയ്ദ് പറയുന്നത്. എന്നാലും വേണ്ടില്ല, ഇനി സെയ്ദ് പറയാണ് എന്ത്? ഞാൻ എന്നോട് 1000 രൂപ നൽകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്ത്? ആ മൊബൈൽ ഫോൺ പണയം വെച്ചിട്ടുള്ള 1000 രൂപക്കാണ് എന്ന്. അപ്പോൾ ഈ 2 അമ്ര നിഷേധിക്കുന്നതെന്നാലും അവൻ്റെ വാദത്തെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ലിഅന്നൽ മുഅദ്ദി അഅറഫു ബിഖസ്ദിഹി വകൈഫിയതി അദാഇഹി, കാരണം ആ കാശ് വീട്ടുന്നവനാണ് അവൻ്റെ ഉദ്ദേശം എന്താണ്, അവനത് വീട്ടുന്ന രൂപം എങ്ങനെയാണെന്നൊക്കെ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്, അറിയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി വഇല്ലം യൻവി ഷൈഅൻ ജഅലഹു അമ്മാ ശാഅ മിൻഹുമാ ഔ അൻഹുമാ, ഇനി അവൻ ഒന്നിനെയും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ 1000 രൂപ കടം വീട്ടിയിട്ടേ ഉള്ളൂ, അത് ഏത് 1000 രൂപ എന്നവൻ കരുതിയിട്ടില്ല എങ്കിൽ പിന്നീടായാലും വേണ്ടില്ല എന്നർത്ഥം. ഓക്കെ, എന്നാൽ വഖീല യുഖ്സതു അലൈഹിമ, എന്നാൽ ളൈഫായിട്ടുള്ള ഒരു ഖൗലി പ്രകാരം ആ രണ്ടിൻ്റെ മേലും ഈ 1000 രൂപ വീതിക്കപ്പെടണം എന്നുള്ളതാണ്. അതായത് 500 രൂപ പണയം വെച്ച 1000 രൂപക്ക് പകരമായിട്ടും 500 രൂപ മറ്റ് 1000 രൂപക്ക് പകരമായിട്ടും എന്നാണ് വെക്കേണ്ടതെന്നാണ് ഇവിടുത്തെ ളൈഫായിട്ടുള്ള ഒരു ഖൗലുള്ളത്.